നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്, അപരൻ. അപരന്മാർ കാരണം പല ശല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഉടൻ പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചിട്ടുണ്ട്. മലയാളി സാമൂഹ്യ പ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് ഹർജിക്കാരൻ. തെരഞ്ഞെടുപ്പ് ഫലം ഇത്തരം സ്ഥാനാർത്ഥികൾ അട്ടിമറിക്കുന്നുവെന്ന് ഹർജിക്കാരനായി അഭിഭാഷകൻ VK ബിജു ഇന്ന് കോടതിയിൽ ഹർജി പരാമർശിക്കവേ ഉന്നയിച്ചു. തുടർന്നാണ് ഉടനടി ഹർജി പരിഗണിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയത്. കേരളത്തിലടക്കം അപര സ്ഥാനാർത്ഥികളുടെ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഹർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് ഹർജി കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഇനി അപരന്മാർ തലവര മാറ്റിയ ചില തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി പരിശോധിക്കാം. വർഷം 1980. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മത്സരിച്ച പ്രധാന സ്ഥാനാർത്ഥികൾ ആനച്ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് ജോസഫ് മുണ്ടയ്ക്കലും കുതിര ചിഹ്നത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോർജ് ജെ മാത്യുവും. 4330 ഭൂരിപക്ഷത്തിന് ജോർജ് ജോസഫ് മുണ്ടയ്ക്കൽ ജോർജ് ജെ മാത്യുവിനെ അട്ടിമറിച്ചപ്പോൾ ഒട്ടകം ചിഹ്നത്തിൽ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു, NV ജോർജ്. അദ്ദേഹം നേടിയത് 11,859 വോട്ടുകൾ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ അട്ടിമറിയായി മാറിയത്. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ച അന്നത്തെ DYFI നേതാവ് T ശശിധരൻ 406 വോട്ടിനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടനോട് തോൽക്കുന്നത്. അപരനായെത്തി 1867 വോട്ടുകൾ കവർന്ന മറ്റൊരു ശശിധരൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് T ശശിധരന് പാരയായത്. ഇനി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആലപ്പുഴ മണ്ഡലത്തിലെ പോരാട്ടം CPM സ്ഥാനാർത്ഥി KS മനോജും VM സുധീരനും തമ്മിൽ. അപ്പോഴാണ് അപരനായി മറ്റൊരാളെത്തുന്നത്, VS സുധീരൻ. മത്സരത്തിൽ 1009 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മനോജ് ജയിച്ചു. അപരൻ സ്വന്തമാക്കിയത് എത്രയെന്നോ 8282 വോട്ടുകൾ. ഈ റെക്കോർഡ് ഏതായാലും ഇതുവരെ മറ്റൊരു അപരനും തകർക്കാനായിട്ടില്ല. അന്ന് വിജയിച്ചിരുന്നെങ്കിൽ VM സുധീരൻ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഷട്ടിൽ കോക്കായിരുന്നു VS സുധീരൻ്റെ ചിഹ്നം. ബാലറ്റിൽ അത് അച്ചടിച്ചു വച്ചിരിക്കുന്നത് കാണുമ്പോൾ കൈപ്പത്തി പോലെ തോന്നും. അതും വോട്ടർമാരെ കുഴപ്പിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ PC തോമസ്, ജോസ് കെ മാണി, അഡ്വക്കേറ്റ് PM ഇസ്മയിൽ എന്നിവർ തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോൾ PC തോമസ് എന്ന പേരിൽ 2 അപരന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുടെ ചിഹ്നങ്ങളായ ഹാർമോണിയവും വീടും ഒറിജിനൽ PC തോമസിൻ്റെ ചിഹ്നമായ ടെലിവിഷനുമായി ബാലറ്റിൽ നല്ല സാമ്യം. എന്തായാലും 2 അപരന്മാരും ചേർന്ന് ആഞ്ഞു പിടിച്ച് 5189 വോട്ട് നേടിയിട്ടും PC തോമസ് 529 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസിന് വേണ്ടി MK രാഘവൻ, CPMൽ നിന്നും PA മുഹമ്മദ് റിയാസ്. K രാഘവനും M രാഘവനും UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാരായി മത്സരിച്ചു. റിയാസ്, PA മുഹമ്മദ് റിയാസ്, P മുഹമ്മദ് റിയാസ്, മുഹമ്മദ് ഹാജി എന്നിവരായിരുന്നു ഇടത് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന അപര വെല്ലുവിളി. ആകെ പോൾ ചെയ്ത 7,97,578 വോട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ 2,743 വോട്ട് നേടി. എന്നാൽ LDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ 6,371 വോട്ട് നേടി. ആകെ 838 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ വിജയിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 89 വോട്ടിനാണ് UDFലെ PB അബ്ദുൾ റസാഖിനോട് പരാജയം ഏറ്റുവാങ്ങിയത്. അതിനും ഒരപര സാന്നിധ്യം കാരണമാണ്. ഐസ്ക്രീം ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് 467 വോട്ട് പിടിച്ച K സുന്ദര. അന്ന് K സുരേന്ദ്രന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ K സുന്ദരയ്ക്ക് വീണില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമത്തിനൊപ്പം വടക്കൻ കേരളത്തിലും താമര വിരിയുമായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപരന്മാർ ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ തലവര മാറ്റി വരയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണാം.